നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ പറഞ്ഞു 503 പുതിയ റൂട്ടുകൾ തുടങ്ങാൻ പോവുകയാണെന്നും ഏപ്രിൽ മുതൽ പുതിയ ബസ്സുകൾ വരുന്നുവെന്നും സൂപ്പർ സ്റ്റാറുകൾ മുതൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുവെന്നും. വളരെ നല്ല കാര്യം. പക്ഷേ എനിക്ക് സംഭവിച്ച ഒരു ദുരനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2024 ഒക്ടോബറിൽ, അതായത് പൂജ ഹോളിഡേയ്സിൽ KSRTC ബസ് ബുക്ക് ചെയ്യുകയുണ്ടായി. KSRTC ഷിഫ്റ്റിൻ്റെ സ്ലീപ്പർ ബസ്സുകളാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാറ്. ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ടത് കൊണ്ട് ചില സാങ്കേതിക തകരാറ് മൂലം ഞങ്ങൾക്ക് ഒരു ഡേറ്റ് മിസ്മാച്ച് വരികയും ഒരു ഡിലേ വന്നു ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലീപ്പർ ബസ് കിട്ടാണ്ട് നമ്മൾ AC സീറ്റർ ബസ് ബുക്ക് ചെയ്യുകയും അങ്ങനെ ഡേറ്റിൻ്റെ അന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റിൻ്റെ അന്ന് മോർണിംഗ് നമുക്ക് KSRTCയിൽ നിന്ന് ഒരു കോൾ വരികയുമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ് കേടുവന്നുവെന്നും അതുകൊണ്ട് പകരം ഒരു ബസ് വിടുന്നുണ്ട് എന്നും. അതായത് ഞാൻ ബുക്ക് ചെയ്തത് AC സീറ്റർ ബസ്സാണ്, പക്ഷേ അവർ പകരം വിട്ടത് നോൺ AC എയർ ബസ്സാണ്. വളരെ മോശമായ ബസ്സായിരുന്നു അവർ വിട്ടത്. പക്ഷെ ഞാൻ അവരോട് പറയുകയും ചോദിച്ചു, ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് AC സീറ്റർ ബസ്സാണ്, അപ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയുണ്ടായി, ബസ്സിന് ഒരു കുഴപ്പമില്ല, നല്ല ബസ്സാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാണ്ട് ആ എയർ ബസ്സിൽ യാത്ര ചെയ്തു. വളരെ ദുരനുഭവമായിരുന്നു എനിക്ക് ആ ബസ്സിൽ നിന്നുണ്ടായത്. കാശ് റീഫണ്ട് ചെയ്യുമെന്നുള്ളതല്ല, നമ്മുടെ യാത്ര സുഖകരമാകണമെന്നായിരുന്നു. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഉള്ള സൗകര്യം വേണം. ഈ ബസ് ചേഞ്ച് ആയതുകൊണ്ട് ആർക്കും എവിടെ വേണമെങ്കിലും ഇരിക്കാം. എനിക്ക് കിട്ടിയത് ഏറ്റവും ബാക്കിലെ സീറ്റും. ഓരോ ഹമ്പ് ചാടുമ്പോഴും നമ്മൾ ബസ്സിൻ്റെ കൂടെ ഇങ്ങനെ മുകളിലേക്ക് പോവുകയായിരുന്നു. സത്യത്തിൽ അത് വളരെയധികം ദുരനുഭവമായിരുന്നു. അങ്ങനെ ശ്രീ ഗണേഷ് കുമാറിൻ്റെ നമ്പർ കണ്ടുപിടിക്കുകയും ഞാൻ ഗണേഷ് കുമാറിൻ്റെ നമ്പറിലേക്ക് ഫോൺ വിളിക്കുകയുണ്ടായി. ഗണേഷ് കുമാറിൻ്റെ PA ആണ് ഫോൺ എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ നോൺ AC ബസ് തന്നതെന്ന് പറഞ്ഞു. നല്ല ഒരു ബസ് നിങ്ങൾക്ക് വിടാമായിരുന്നു. കാശ് റീഫണ്ട് ചെയ്യുകയാണോ, അതായത് ഈ സീസണുകളിൽ കാശ് റീഫണ്ട് ചെയ്യുന്നത് വളരെ ദുരനുഭവമാണ്. കാശ് റീഫണ്ട് ചെയ്ത് സോൾവ് ആക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പകരം നമ്മൾ AC ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യണമായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിട്ട് വളരെ നല്ലൊരു മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം നോക്കണമായിരുന്നു. എത്ര പ്രൈവറ്റ് ബസ്സുകൾ ഈ ക്രിസ്മസ്, ന്യൂ ഇയർ, വിഷു, ഈസ്റ്റർ, നവരാത്രി ആ ടൈമുകളിൽ ഡബിളാണ് അവർ ചാർജ് വാങ്ങുന്നത്. എന്തുകൊണ്ട് മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കൾ ഇതിനൊരു നിയമം കൊണ്ടുവരുന്നില്ല? ബസ്സുകളിൽ ഒരു കോമൺ ആയിട്ടൊരു റേറ്റ് നിങ്ങൾ എന്തുകൊണ്ട് ഫിക്സ് ചെയ്യുന്നില്ല? പ്രൈവറ്റ് ബസ്സുകളിൽ ഇപ്പോൾ എനിക്ക് പ്രൈവറ്റ് ബസ് ബുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പൊതുവെ 1800 ആണെങ്കിൽ പ്ലസ് ടാക്സ് ഏകദേശം 2000 അടുത്ത് വരുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ വിഷു അല്ലെങ്കിൽ നവരാത്രി ആ ടൈമിൽ ഡബിളാണ്. 3000-4000 രൂപയാണ് ഒരു പ്രൈവറ്റ് ബസ്സിൽ അവർ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മാസം മുമ്പ് KSRTC ബസ്സിനെ നമ്മൾ ആശ്രയിക്കുന്നതും KSRTCയിൽ നിന്ന് ഈ ദുരനുഭവം ഉണ്ടാകുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ വിഷു, ഈസ്റ്റർ സീസൺ വരികയാണ്. മിസ്റ്റർ ഗണേഷ് കുമാർ, താങ്കൾ മുൻകൈ എടുത്തിട്ട് ബസ്സുകളുടെ നിരക്കിൽ ഒരു കോമൺ റേറ്റ് ഫിക്സ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു അപേക്ഷയാണെന്ന് കണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.